പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ സെപ്റ്റംബറിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് 146 രാജ്യങ്ങളുടെ പട്ടികയിൽ 142ാം സ്ഥാനത്താണ് ഒരു ജനാധിപത്യ രാഷ്ട്രം ഉള്ളതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മതാധികാരം നിലനിൽക്കുന്ന, ഏകാധിപത്യം നിലനിൽക്കുന്ന, രാജാധികാരം നിലനിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം ജെൻഡർ ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് 146 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 142. നമ്മളെ പിറകിൽ ഏതോ 4 രാജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സെൻസസ് വന്നതിന് ശേഷം എന്ത് നടക്കണം? മണ്ഡല പുനർനിർണയം നടത്തണം, ഡീലിമിറ്റേഷൻ നടത്തണം. ഡീലിമിറ്റേഷനും സെൻസസും തമ്മിൽ എന്ത് ബന്ധമാണ് വനിതാ സംവരണത്തിനുള്ളത്? എന്തിനാണ് അതിനെ ബന്ധിപ്പിച്ചത്? അത് BJPയുടെ വലിയ ക്രൂക്കഡായിട്ടുള്ള, വളരെ തന്ത്രപരമായിട്ടുള്ള RSSന്റെ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചയിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടലിനെ മറയാക്കിയിട്ട് വനിതാ സംവരണത്തെ മുന്നിൽ നിർത്തി എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ അഡീഷണൽ സീറ്റുകൾ വന്നാൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഈ 543-ൽ ഞങ്ങൾ 100 ആൾ എണീറ്റ് പോയിട്ട് പകരം 100 സ്ത്രീകൾ വരും വിധം ഈ സംവരണം നടപ്പിലാക്കണമെന്നുള്ള താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനുസ്മൃതിയിൽ പറയുന്ന ആ രീതിയിലുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാള ഗണത്തിലാണ് എല്ലാ സ്ത്രീകളും എന്ന് കരുതിയിരുന്ന ഒരു പ്രത്യയശാസ്ത്രം സ്ത്രീകളെ അങ്ങനെ തുല്യരായിട്ട് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇവരുടെ തന്നെ ഓർഗനൈസറിൽ അതിനെ എതിർത്തുകൊണ്ട് വരുന്നു. ഇവർ നടത്തിയ ഈ ഡ്രാഫ്റ്റ് അംഗീകരിച്ചതിന് ശേഷം ഡിസംബർ 11 നടന്ന ഇവരുടെ രാംലീല മൈതാനത്ത് നടന്ന സമ്മേളനത്തിനകത്താണ് പറയുന്നത്, അപ്പൊ പശുപരിപാലനവും ശിശുപരിപാലനവും ആര് ചെയ്യും സ്ത്രീകൾ തുല്യരായാൽ? പാർലമെന്റിൽ ഇന്ന് സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്നത് സെൻസസിന് ശേഷം 2011 ശേഷം നമ്മുടെ രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല, സെൻസസിന് ശേഷം ഇത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ള രൂപത്തിലും, രണ്ടാമതായിട്ട് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റും നമ്മുടെ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് പ്രതിപക്ഷം പറയുന്നു. എന്നാൽ ഇത് അനിവാര്യമാണ് എന്ന് ഭരണപക്ഷവും പറയുന്നു. ഒരു വനിതാ ലോയർ എന്ന നിലയിലും രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിലും രണ്ടുപേരുടെയും ടേക്കിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കണം, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഭരണഘടന വരുന്നതിന് മുമ്പേ തന്നെ നടന്നു തുടങ്ങിയൊരു ചർച്ചയാണത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ തുടങ്ങിയ ചർച്ചയാണ് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലേക്ക് എങ്ങനെ സ്ത്രീകൾ വരണം എന്നുള്ളത്. 1930-കളിൽ ആരംഭിച്ചൊരു ചർച്ച. 35-ലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ആ സമയത്ത് ഡിസ്കഷൻസിലുണ്ട് സ്ത്രീ സംവരണം വേണോ വേണ്ടയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് സ്ത്രീകൾ കരുതിയിരുന്നത് ഇതേ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംവരണമില്ലാതെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവർ കരുതിയത്. അബ്സല്യൂട്ട് ഈക്വാലിറ്റിക്ക് പകരം ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടത് എന്നുള്ള അതിശക്തമായ വാദമായിരുന്നു അന്നത്തെ സ്ത്രീകൾ മുന്നോട്ട് വെച്ചത്. അങ്ങനെ വെക്കാനിടയായ സാഹചര്യം നമ്മളെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലൊക്കെ ഇന്നത്തെ അസംബ്ലിയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സ്വാഭാവികമായൊരു വളർച്ച ജനാധിപത്യത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, അബ്സല്യൂട്ട് ഈക്വാലിറ്റിയിലേക്ക് ഇന്ത്യ വരും എന്നൊക്കെയുള്ള സ്വപ്നത്തിൽ നിന്നുകൊണ്ടായിരുന്നു അന്ന് ആ വാദം മുന്നോട്ട് വച്ചിരുന്നത്. അത് കാലം പോകെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ലോകത്തെമ്പാടും ഉണ്ടായ സ്ത്രീവിരുദ്ധതയുടെ തുടർച്ച ഇവിടെ അങ്ങേയറ്റത്തെ പാട്രിയാർക്കിയുടെ സ്ത്രീവിരുദ്ധമായ മൂല്യബോധങ്ങൾ, മതം മുന്നോട്ട് വെക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, മൂലധനം മുന്നോട്ട് വെക്കുന്ന സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു രാഷ്ട്രീയ അധികാര വ്യവസ്ഥയാണ് ഇന്ത്യക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് അങ്ങ് എത്തുക എന്നുള്ളത് അത്ര ശ്രമകരമായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യ തിരിച്ചറിഞ്ഞ കാലം തൊട്ട്, പ്രത്യേകിച്ച് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പേ ബീജിംഗ് കൺവെൻഷനാണ് സ്ത്രീകളുടെ ഈക്വാലിറ്റിയെക്കുറിച്ച് കുറച്ചുകൂടി അന്താരാഷ്ട്ര തലത്തിലുള്ള ആഴത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. ഇത്രമാത്രം ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ നടുവിലാണ് എന്നുള്ള തിരിച്ചറിവെന്നാണ് 30 വർഷം മുന്നേയുള്ള ബീജിംഗ് കൺവെൻഷൻ. അതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങൾക്കകത്തും വലിയ ഇടപെടൽ ഇതിനെക്കുറിച്ച് വരുന്നു. അപ്പോഴാണ് നമ്മളുടെ പാർലമെൻറ്റിനകത്തും ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ലെന്നുള്ള രീതിയിലേക്ക് വരുന്നത് 96-ൻ്റെ സെപ്റ്റംബറോട് കൂടിയിട്ടാണ്.
അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇത് അവതരിപ്പിക്കുന്നവർ തന്നെ ഇതിനെങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള വലിയ ഗവേഷണം നടത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. പൊതുവിൽ സ്ത്രീകൾക്ക് അനുകൂലം എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. ആ തോന്നലിൻ്റെ പുറത്തു നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ കൊല്ലാനുള്ള, അതിനെ ഇല്ലാതാക്കാനുള്ള, ഡിഫ്യൂസ് ചെയ്യാനുള്ള ശക്തികൾ അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിന് ഒട്ടേറെ നമ്മൾ അതിൻ്റെ ചരിത്രം തന്നെ ശരിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യവും അധികാര കേന്ദ്രങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യവും സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളിലെല്ലാം വിഷയമാക്കേണ്ടുന്ന ഒന്നാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിക്കാൻ അവതരിപ്പിച്ചവർ തന്നെ ശ്രമിച്ച കഥകൾ ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. എത്രമാത്രം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധത അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ്. അതുതന്നെയാണ് ഏറ്റവും ഒടുക്കം 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നാരി ശക്തി വന്ദൻ അഭിനിയം എന്ന് പറയുന്ന ഈ പുതിയ നിയമം. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുമെങ്കിലും പുതിയ നിയമവും പറയുന്നത് ഈ 33% സംവരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ സെപ്റ്റംബറിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് 146 രാജ്യങ്ങളുടെ പട്ടികയിൽ 142-ാം സ്ഥാനത്താണ് ഒരു ജനാധിപത്യ രാഷ്ട്രമുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മതാധികാരം നിലനിൽക്കുന്ന, ഏകാധിപത്യം നിലനിൽക്കുന്ന, രാജാധികാരം നിലനിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം ജെൻഡർ ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് 146 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 142. നമ്മളെ പിറകിൽ ഏതോ 4 രാജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ രാഷ്ട്രം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജെൻഡർ ഗ്യാപ്പ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നിയമം പാർലമെൻറ്റിനകത്ത് BJPക്ക് അവതരിപ്പിക്കേണ്ടി വന്നത്. അതിനു മുമ്പൊക്കെ BJP അധികാരത്തിൽ വരുമ്പം അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അത്രയും നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്നിട്ടാണ് 2023 സെപ്റ്റംബർ 20-ാം തീയതി അത് പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ചത്. അതിന് മുമ്പൊക്കെയുള്ള ഇപ്പം 96-ലെ ദേവഗൗഡ മിനിസ്ട്രിയാണ് കുറച്ചുകൂടി 81-ാം ഭരണഘടനാ ഭേദഗതിയായിട്ട് അത് കൊണ്ടുവരുന്ന സമയത്ത് കുറേ കൂടി ഗൗരവത്തിൽ അതിനെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി, ഗീതാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് അത് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ മന്ത്രിസഭ തന്നെ ഇല്ലാതായിപ്പോയി. അത് പിന്നെ ഡിസോൾവ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ബില്ല് പാസ്സാക്കപ്പെടാതെ പോയി. പിന്നെ വാജ്പേയി വരുന്നു. പിന്നെ 98-ൽ, പിന്നെ 99-ൽ, 2002-ൽ, 2003-ലൊക്കെ ഈ പ്രഹസനം നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ മെമ്മറിയിൽ തന്നെ നടക്കുന്നതാണ്. റീസെൻറ്റ് പാസ്റ്റിൽ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ വരും എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്ത്രീകൾ കത്ത് നിന്നിട്ടുള്ള മൊമെൻറ്റുകളാണ്. 2004 പിന്നെ മൻമോഹൻ സിംഗ് വരുന്ന സമയത്ത് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒടുക്കം വീണ്ടും ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വനിതാ സംവരണം നടപ്പിലാക്കുക എന്ന് തന്നെയായിരുന്നു ഈ ഭരണാധികാരികളുടെ ഉദ്ദേശമെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അന്നത്തെ ഇപ്പം നിലനിൽക്കുന്ന 543 സീറ്റ്, ആ 543 സീറ്റിൽ 181 സീറ്റ് വനിതകൾക്കായി നീക്കിവെക്കുന്നു എന്ന് പറയല്ലേ വേണ്ടൂ. അതിനെ ഈ ഡീലിമിറ്റേഷനായിട്ടും സെൻസസുമായിട്ടും കണക്ട് ചെയ്യേണ്ടുന്ന എന്താവശ്യമായിരുന്നു ഉള്ളത്? ഈ നമ്മളുടെ സെൻസസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറേ കാലമായിട്ട് 2011 ശേഷം ഈ രാജ്യത്തിനകത്ത് നടന്നിട്ടില്ല. കോവിഡ് കാരണമെന്നൊക്കെ പറഞ്ഞു. ഇനി എന്ത് കാരണമായാലും സെൻസസ് പറഞ്ഞ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഇന്ത്യ പോലുള്ള ഒരു ഇത്രയും വലിയൊരു രാജ്യത്തിനകത്ത് വളരെ ശ്രമകരമായ പ്രവർത്തനമാണ്. അത് ഏറ്റെടുക്കാൻ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിപ്പോഴും സാധിച്ചിട്ടില്ല. അതിനി വരാൻ വേണ്ടി പോകുന്നതാണ്. ആ സമയത്തും സാധിക്കും എന്നുള്ളതിന് വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ഇല്ലാത്ത ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ കോർത്ത് വെക്കാൻ ശ്രമിക്കുന്നത്. സെൻസസ് വന്നതിന് ശേഷം എന്ത് നടക്കണം? മണ്ഡല നിർണയം നടത്തണം, ഡീലിമിറ്റേഷൻ നടത്തണം. ഡീലിമിറ്റേഷനും സെൻസസും തമ്മിൽ എന്ത് ബന്ധമാണ് വനിതാ സംവരണത്തിനുള്ളത്? എന്തിനാണ് അതിനെ ബന്ധിപ്പിച്ചത്? അത് BJPയുടെ വലിയ ക്രൂക്കഡായിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള RSSൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചയിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായൊരു ഇടപെടലിനെ മറയാക്കിയിട്ട് വനിതാ സംവരണത്തെ മുന്നിൽ നിർത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആരാ വനിതാ സംവരണത്തെ എതിർക്കുക? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുമ്പ് ഇവരൊക്കെ എതിർത്തിട്ടുണ്ട്, ഇവരൊക്കെ
ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ പെറ്റെടുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ പരിശോധിക്കും. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചു. വോട്ടർമാരായിട്ട് സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ പോൾ ചെയ്യുന്ന വോട്ടിൽ പോലും സ്ത്രീകളാണ് ഡിസിസീവ് ഫാക്ടേഴ്സായിട്ട് നിൽക്കുന്നത്. ആ ഡിസിസീവ് ഫാക്ടറായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു സ്ത്രീകൾ. അപ്പോൾ ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വോട്ടർമാരെന്നുള്ള നിലയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീന ശക്തിയായി മാറുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത വിധം ഇടത് രാഷ്ട്രീയ പാർട്ടികൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും പല ഘട്ടത്തിൽ ഈ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് അടിയുറച്ച് സ്ത്രീ സംവരണത്തിന് വേണ്ടി നിലകൊണ്ടത് ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. മറ്റവരെല്ലാം അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും പല നിലക്ക് ഇതിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആളുകളാണ്. നരേന്ദ്രമോദി മറുപടി പറയേണ്ടുന്ന ഒരു കാര്യം, 543 സീറ്റിൽ 181 സീറ്റുകൾ നിലവിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിന് എന്തിനാണ് ഇതിനെ ഡീലിമിറ്റേഷൻ സെൻസസുമായിട്ട് കണക്ട് ചെയ്യുന്നത്? അതിനെ കട്ട് ചെയ്താൽ ഇത് ചെയ്യാലോ. 543 സീറ്റിൽ 181 സീറ്റ് സംവരണം നൽകുന്നതിന് മറ്റൊരു എക്സസൈസിൻ്റെ ആവശ്യമില്ല. കണ്ണും പൂട്ടിയെടുക്കാവുന്ന തീരുമാനമാണ്. ഇപ്പോൾ ഉള്ളത് 82 ആളാണ്. അതായത് 15% ഉള്ളൂ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ഉള്ള സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഇരട്ടിയാക്കുന്നതിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്ത്രീകളുടെ സംവരണത്തെ ഡീലിമിറ്റേഷനും സെൻസസുമായി കൂട്ടിയിണക്കുന്നത് നിലവിലുള്ള 543 സീറ്റുകളിലുള്ള ഈ 181 സീറ്റുകൾ സ്ത്രീകൾക്കായി നീക്കി വെക്കണമെങ്കിൽ കുറച്ചാൾ എണീറ്റ് പുറത്ത് പോകണ്ടേ? 100 ആൾ മിനിമം ഇരുന്ന സീറ്റ് എണീറ്റ് കൊടുത്താലേ ഈ 100 സ്ത്രീകൾക്ക് അധികം വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അത് എണീറ്റ് കൊടുക്കാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോഴെന്താണ്, അഡീഷണൽ ചെയർസ് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അതിൽ കുറേ ഞങ്ങളിരിക്കും, ബാക്കി നിങ്ങളിരുന്നോ എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. അത് തന്നെ എന്തുമാത്രം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ അഡീഷണൽ സീറ്റുകൾ വന്നാൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഈ 543-ൽ ഞങ്ങൾ 100 ആൾ എണീറ്റ് പോയിട്ട് പകരം 100 സ്ത്രീകൾ വരും വിധം ഈ സംവരണം നടപ്പിലാക്കണമെന്നുള്ള താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ 73-74 ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് 92-ലാണല്ലോ ഇങ്ങനെ സീറ്റ് കൂട്ടിയിട്ട് 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്തിൽ അഡീഷണൽ സീറ്റ് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ജില്ലാ പഞ്ചായത്തും ഈ സംവിധാനത്ത് ത്രിതല പഞ്ചായത്തിലും കോർപ്പറേഷനിലൊന്നും നടത്തിയത് ഈ രീതിയിലായിരുന്നില്ല. ഇത് അന്ന് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളത് ഇന്ത്യ കണ്ടതാണ്. ആ സംവിധാനത്തിലേക്ക് സ്ത്രീകൾ വന്നപ്പം എന്തൊക്കെ വിമർശനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിൻസീറ്റ് ഡ്രൈവിംഗ് നടക്കും, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ആകെ ഭരണ സ്ഥാപനങ്ങൾ നാരകം നിന്നിടം നാരി മുടിച്ചിടം നാരി ഭരിച്ചിടം മുടിഞ്ഞിടുന്നാണല്ലോ. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ വാദങ്ങൾ, ഏതോ കാലത്തെ വാദങ്ങൾ വരെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്ക്, സ്വരാജ് ട്രോഫിയൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, എല്ലാ സ്ത്രീകൾ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പഞ്ചായത്തുകളല്ലേ. എങ്ങനെയാണ് ഏറ്റവും ഗംഭീര ഭരണാധികാരികളാകാമെന്ന് സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഈ വനിതാ സംവരണത്തിൻ്റെ നിയമം പാസ്സാക്കി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ കഴിയാത്തൊരിടത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും വന്നിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ നിർത്തും എന്ന് പറയാനുള്ള ഇച്ഛാശക്തിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരാൻ കഴിയാത്ത വിധം സ്ത്രീ വിരുദ്ധമാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ നമ്മൾ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം അത് ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കും, 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് നോക്കിയാൽ നമുക്കറിയാം. രണ്ടും വളരെ കോൺഗ്രസ് തരംഗം ഉണ്ടായതാണ്. ആ തരംഗത്തിൽ 19 ആണുങ്ങൾ ജയിച്ചപ്പം ഷാനിമോൾ ഉസ്മാൻ ജയിച്ചിട്ടില്ല, 19 ആണുങ്ങൾ ജയിച്ചപ്പോൾ രമ്യ ഹരിദാസ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന, എല്ലാവരും എന്തിനാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്? ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റിസർവേഷൻ ഇല്ലെങ്കിൽ ഈ സ്ത്രീകൾ ഇപ്പോഴൊരു വീക്കർ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് നിർത്താൻ, അതിനൊക്കെ അതിജീവിച്ച് പൊരുതി മുന്നോട്ട് വന്ന സ്ത്രീകൾ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് വേറെ നിലക്ക് പോസിറ്റീവായിട്ട് നമ്മൾ കാണാം. പക്ഷേ എല്ലാ മണ്ഡലങ്ങളും അങ്ങനെ മാറിയിട്ടില്ല. പല സിറ്റിംഗ് MLA-മാരെ അതത് മണ്ഡലത്തിൽ തന്നെയാണല്ലോ പലപ്പോഴും മത്സരിച്ചത്. സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അപ്പോൾ ആ നിലക്കൊക്കെ വളരെ ചുരുക്കം ആളുകളെ ഈ ഈ വരുന്ന തടസ്സങ്ങളെ ക്രോസ് ചെയ്തിട്ട് മേലേക്ക് വരാൻ വേണ്ടി സാധിച്ച ആളുകളുണ്ട്. പക്ഷേ അപ്പോഴും ഈ നിയമം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധിക്കാത്ത വിധം
അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധം തന്നെയാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ സ്ത്രീകളുടെ വോട്ടവകാശം സംബന്ധിച്ചുള്ള സമരങ്ങൾ ലോകവ്യാപകമായി നടന്ന സമരങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തേ ഇവർക്ക് വോട്ടവകാശം കൊടുക്കാത്തത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ മറുപടി സ്ത്രീകളിപ്പോഴും പൂർണ്ണ മനുഷ്യരായിട്ടില്ല എന്നുള്ളതാണ്. പരിണാമം പൂർത്തിയായിട്ടുള്ള സ്ത്രീകളുടെയും കറുത്ത വംശജരുടെയും. അതുകൊണ്ടാണ് അവർക്ക് വോട്ടവകാശത്തിലേക്ക് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ ഒക്കെ പുറത്തായിരുന്നു സ്ത്രീകളും കറുത്ത വംശജരായിട്ടുള്ള ആളുകളും. എന്തേലും ചോദിച്ച സമയത്താണ് ഈ പരിണാമം പൂർത്തിയായിട്ടില്ല, തലച്ചോറിന് വേണ്ടത്ര വികാസം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവരെടുക്കുന്ന ചെറിയ തലച്ചോറ് വെച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും, അതുകൊണ്ട് അവർക്ക് ജനാധിപത്യത്തിൽ പങ്കാളിത്തം വേണ്ട. ആ പങ്കാളിത്തം വേണ്ട എന്ന് പറഞ്ഞ ആ അന്നത്തെ കാലത്ത് നമുക്കിപ്പം MRI സ്കാനൊക്കെ വരുമ്പോൾ അറിയാം തലച്ചോറ് ഇങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷെ ആ വാദമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതേ വാദത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളെ ഇരുത്തുന്ന സമയത്ത് അഡീഷണൽ ചെയർസ് വരട്ടെ എന്ന് പറയുന്ന അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഒരു തർക്കവും വേണ്ട. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രമാത്രം പരിക്കേൽപ്പിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് BJP പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഇത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ വിഭജനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെട്ടിമുറിക്കുന്ന പോലെയുള്ള ഒന്നായിട്ട് മാറും. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി അത് ബാധിക്കും. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഈ അഖണ്ഡത എന്നൊന്നും പറയുന്നത് സത്യത്തിൽ BJPയുടെ അജണ്ടയിലുള്ളതേ അല്ല. സ്വാഭാവികമായിട്ടും ഈ കേരളത്തിന് 23 സീറ്റാണ് ഡീലിമിറ്റേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സൗത്തിന് വലിയ രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ ബില്ല് വരുമ്പോൾ സൗത്തിൽ നിന്നുള്ള സ്ത്രീകൾക്കും പ്രാതിനിധ്യത്തിൽ വലിയ രീതിയിൽ കുറവ് വരുന്നതും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കണ്ടുകൂടെ? ഉറപ്പായിട്ടും അത് സ്ത്രീകളുടെ പങ്കാളിത്തം കുറയുന്നു മാത്രമുള്ളതല്ല. നമുക്കറിയാം ഈ രാജ്യം ഉണ്ടായി വരുന്ന ഒരു സങ്കല്പം വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരന്ന മനുഷ്യരൊക്കെ ചേർന്നതാണ് ഈ രാജ്യം. അതുകൊണ്ടാണ് ഈ ആ സേതു ഹിമാചലം എന്നൊക്കെ പറയുന്ന പോലെ കാശ്മീരും കന്യാകുമാരിയും തമ്മിലുള്ള ഒരു ബന്ധം ഇങ്ങനെ വരുന്നതാണ്. വൈദേശികാധിപത്യത്തിനെതിരായി പോരാടിയ ആളുകൾ, അങ്ങനെയൊന്നും അല്ലാത്ത ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ വരുന്നത് സങ്കുചിത താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്നുള്ള സങ്കല്പമൊന്നും അവർക്ക് പ്രധാനമുള്ളതല്ല. കോൺഗ്രസിന് എന്തൊക്കെ പറഞ്ഞാലും കുറേയൊക്കെ അതുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് വിമർശനങ്ങളുണ്ട് അതിനകത്ത് പോലും, എന്നാലതുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഇല്ലാത്തൊരു സംവിധാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്കായി ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി, ഫെഡറലിസം അതിലൊന്നും അവർക്ക് ഒരു രീതിയിലുള്ള മതിപ്പും വിശ്വാസവും ഇല്ല. ഫെഡറലിസത്തെ തകർക്കുന്ന എന്തെന്തൊക്കെ തീരുമാനങ്ങൾ ഇക്കാലത്തെടുത്തു നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. ഈ വിവേചനം എത്രമാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഇതൊന്ന് ഇന്ത്യ എടുത്തൊരു തീരുമാനത്തെ ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളതായിരുന്നു. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിനകത്തേക്ക് അവരുടെ പ്രാതിനിധ്യം കുറയുന്നു ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭരണഘടനാ സംവിധാനത്തിൽ നടക്കേണ്ടുന്നതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി. ഒന്ന് ഈ വനിതാ സംവരണത്തെ മുൻനിർത്തി ഡീലിമിറ്റേഷനും സെൻസസും കൊണ്ടുവരുമ്പോൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ ലംഘനം. രണ്ടാമത് ഈ ഡീലിമിറ്റേഷനകത്ത് എല്ലാവർക്കും പ്രാതിനിധ്യം ഉൾക്കൊള്ളാൻ കഴിയും വിധം എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്, അതിന് സെൻസസ് മാത്രമാണോ പരിഗണിക്കേണ്ടത്, അല്ലാത്തത് എന്തൊക്കെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ സമഗ്രമായൊരു ആലോചനയ്ക്ക് പകരം ഈ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ ഇവർ വിളിക്കുന്ന പ്രദേശങ്ങളെ മാത്രം പരിഗണിക്കുന്നു. ആ പ്രദേശങ്ങൾ മുഴുവൻ ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. ആ പ്രദേശങ്ങളുടെ സാക്ഷരതാ നിരക്ക്, ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം, ഇതൊക്കെ വെച്ച് ഏറ്റവും കൂടിയ ചൂഷണം ഇന്ത്യക്കകത്ത് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. തീർത്തും ഡീലിമിറ്റേഷൻ വേണ്ട എന്നുള്ളതല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഡീലിമിറ്റേഷൻ വേണം, പക്ഷെ അത് ഇന്ത്യയുടെ സമഗ്രമായിട്ടുള്ള അഖണ്ഡതയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഡീലിമിറ്റേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഹിന്ദി സംസാരിക്കാത്ത ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നൊരു ആശയത്തിൽ തന്നെ വേർപെട്ടു പോകും. രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിൽ അവരുടെ പങ്കാളിത്തം വളരെ ചുരുങ്ങി വരുന്നു. അവർക്ക് ലഭിക്കേണ്ടുന്ന ഫണ്ടിൻ്റെ ഇനത്തിൽ BJP ഇതര സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ മാറ്റി നിർത്തുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടുണ്ടായതുപോലെയുള്ള ഈ വിഘടനവാദം ഉൾപ്പെടെ ഈ രാജ്യത്തിനകത്ത് എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്ന ഡീലിമിറ്റേഷൻ. അപ്പോൾ ഇവർ ആദ്യം ഇത് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്, ഇനി നടക്കാൻ വേണ്ടി പോകുന്ന സെൻസസ്. ഇപ്പോൾ പറയുന്നു 2011 നടത്തിയ സെൻസസിൽ
സെൻസസിനെ ബേസ് ചെയ്തിട്ട് ഡീലിമിറ്റേഷൻ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. ഇത്ര ആഞ്ഞു പിടിച്ച് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ക്രൈം തന്നെയാണ് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ സമഗ്രമായ സെൻസസ് നടത്തി സമഗ്രമായിട്ട് ഡീലിമിറ്റേഷൻ്റെ ഇതുവരെ ഉപയോഗിച്ച രീതിശാസ്ത്രം തന്നെയാണോ ഇനിയും വേണ്ടത് ഒരു രാജ്യത്തിന് തുടർന്ന് പോകാൻ എന്നുള്ള വളരെ വിശാലമായിട്ടുള്ള ആശയഗതികൾ ഉയർന്നു വരേണ്ടുന്ന ഒരു ചർച്ചയ്ക്ക് അതൊന്നും ഇല്ലാണ്ട് ഇട്ടുപിട്ടി എന്ന് പറഞ്ഞാൽ അങ്ങ് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് അതിന് മുന്നിൽ വനിതാ സംവരണത്തിൻ്റെ ഷുഗർ കോട്ടിംഗ് വെക്കുകയാണ്. അപ്പോൾ ആ ഷുഗർ കോട്ടിങ്ങിനെ മറിഞ്ഞ് ഇപ്പുറം നിൽക്കുന്ന കൈപ്പേറിയ ആശയത്തെ കടത്തുക എന്നുള്ള RSSൻ്റെ അജണ്ടയാണ് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വനിതാ സംവരണത്തെ ആരാ എതിർക്കുക? എല്ലാവരും യുനാനിമസ് ആയിട്ട് അംഗീകരിച്ച കാര്യമല്ലേ. അപ്പോൾ ആ വനിതാ അതിൽ പോലും നിങ്ങൾ നേരത്തെ പറഞ്ഞ വിധത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പൊതുപ്രാതിനിധ്യം കുറയുമ്പോൾ വനിതകളുടെ പ്രാതിനിധ്യവും അതിനകത്ത് കുറയും എന്നുള്ള ആശങ്കയുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ തെറ്റായ ആശയഗതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ നിലയ്ക്ക് ഇവർ വനിതാ സംവരണത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള 543-ൽ 181 നീക്കി വെക്കുന്നതിന് എന്ത് തടസ്സം എന്നുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിനെ ഡീലിമിറ്റേഷനായിട്ടും സെൻസസായിട്ടും കണക്ട് ചെയ്തത്? ഇതിനെ ഈ പറയും വിധം ഒരു അപകടകരമായ ആശയത്തെ, ഇങ്ങനെയുള്ളൊരു പുരോഗമനപരമായ ആശയത്തെ മുൻനിർത്തി അപകടകരമായൊരു ആശയത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. ആ അപകടം വനിതാ സംവരണത്തിൻ്റെ മധുരം നുണഞ്ഞിട്ട് കണ്ണോടച്ച് ഇരുട്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആ ഒരു അപകടം ഉണ്ടെന്ന് വിളിച്ചു പറയാൻ ഈ നാട്ടിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം തയ്യാറാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. 3/2 ഭൂരിപക്ഷം ഇല്ലാത്തൊരു സഭയ്ക്കകത്ത് ഇവരെങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതിയായിട്ട് വരിക? ഭരണഘടനാ ഭേദഗതിക്ക് ഈ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടുള്ള ഒരു ഹോംവർക്കും എക്സസൈസും ഇല്ലേ? അത് ചെയ്യാൻ ബാധ്യസ്ഥമായിട്ടുള്ളൊരു സംവിധാനം ഇത് കാണിച്ചിട്ടാണ് ധൃതിപ്പെട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് 2023 അവർ സെപ്റ്റംബർ 20 പാസ്സാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ അത് നടപ്പിലാക്കാമായിരുന്നു. നടപ്പിലാക്കിയിട്ടില്ലല്ലോ. നടപ്പിലാക്കാതിരുന്നത് ഈ 2 ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള RSS കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾക്ക് മറയിടാൻ വേണ്ടി മാത്രമാണ് അന്നത് നടപ്പിലാക്കാതിരുന്നത്. 3 സംസ്ഥാനങ്ങൾ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും. സ്വാഭാവികമായിട്ടും BJP ഇത്തരത്തിലുള്ള ഒരു ബില്ല് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ആളുകൾ കാണുന്ന സമയത്ത് പ്രതിപക്ഷം അതിനെ എതിർക്കുന്ന രൂപത്തിലുമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനും അത് BJPക്ക് വലിയ രീതിയിൽ ഗുണമാവാനും സാധ്യതയില്ലേ? ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് എതിരായിട്ടും പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ പറയാൻ? അല്ല, ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും ഇങ്ങനെയുള്ള നടപ്പിലാക്കലുകളൊന്നും തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സമയത്ത് പാടില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം തന്നെയാണ് നടക്കുന്നത്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതൊക്കെ പലതരം ലംഘനങ്ങൾ നടത്തുന്ന ഒരു സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ് ആയതുകൊണ്ട് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് നോക്കുകുത്തിയാക്കി നിർത്തുക എന്നുള്ളത് നല്ലോണം അറിയാം. അതാണല്ലോ SIRൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെയൊന്നും അട്ടിമറിക്കാൻ വേണ്ടി കഴിയില്ല നമ്മൾ വിചാരിക്കുമ്പോഴും പല രീതിയിൽ കണ്ണിൽ പൊടിയിടും വിധമുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു അല്ലേ? 15 ലക്ഷം രൂപ എൻ്റെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, കള്ളപ്പണം കണ്ടുകെട്ടിയിട്ട്. എൻ്റെ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു. അവരത് കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചിരുന്നു, എന്താ 15 ലക്ഷം ഞങ്ങളുടെ അക്കൗണ്ടിൽ വരാത്തതെന്ന് ചോദിച്ച സ്ത്രീകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും. ഇതാ വനിതാ സംവരണം വരുന്നു, എല്ലായിടങ്ങളിലും സംവരണം വരുന്നു, അത് സ്ത്രീകൾക്ക് എന്തോ വലിയ ഗുണം ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള തോന്നലുണ്ടാക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പുകളെ, പ്രത്യേകിച്ച് 2 ഇടവും BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ ഈ ഒറ്റയടിക്ക് പറ്റുമോ എന്നുള്ള പരീക്ഷണം. തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും അങ്ങനെ എളുപ്പം BJP ഇല്ല. പക്ഷെ അത് കടന്നു വരാൻ അവരുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കുറേ കൂടി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് വേണം നമ്മൾ ഈ സമയത്ത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എല്ലാം വെട്ടിമുറിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി, NPR നടപ്പിലാക്കുന്ന സമയത്ത്, SIR നടപ്പിലാക്കുന്ന സമയത്ത് എല്ലാം ഈ അജണ്ട അതിനകത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളാണ്. ഇപ്പോൾ ഭരണഘടന പറയുന്ന തുല്യത എന്ന ആശയത്തെ ഒരു കാലത്ത് ഇവർ അംഗീകരിച്ചിട്ടില്ല. ഭരണഘടനയെ തന്നെ അംഗീകരിച്ചിട്ടില്ല.
തുല്യതയെ ഒട്ടും അംഗീകരിച്ചിട്ടില്ല. മനുസ്മൃതിയിൽ പറയുന്ന ആ രീതിയിലുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാള ഗണത്തിലാണ് എല്ലാ സ്ത്രീകളും എന്ന് കരുതിയിരുന്ന ഒരു പ്രത്യയശാസ്ത്രം സ്ത്രീകളെ അങ്ങനെ തുല്യരായിട്ട് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇവരുടെ തന്നെ ഓർഗനൈസറിൽ അതിനെ എതിർത്തുകൊണ്ട് വരുന്നു. ഇവർ നടത്തിയ ഈ ഡ്രാഫ്റ്റ് അംഗീകരിച്ചതിന് ശേഷം ഡിസംബർ 11 നടന്ന ഇവരുടെ രാംലീല മൈതാനത്ത് നടന്ന സമ്മേളനത്തിനകത്താണ് പറയുന്നത്, അപ്പോൾ പശുപരിപാലനവും ശിശുപരിപാലനവും ആര് ചെയ്യും സ്ത്രീകൾ തുല്യരായാൽ? അങ്ങനെയുള്ള ആ രാഷ്ട്രീയം അവർ തിരുത്താനൊന്നും അടിസ്ഥാനപരമായി തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾ ഇതാ നിങ്ങൾക്ക് വനിതാ സംവരണം എന്ന് പറഞ്ഞ് കൈനീട്ടി തരുന്ന സമയത്ത് അതിൻ്റെ പിറകിലുള്ള അപകടത്തെ കൂടി കാണുമ്പം ഈ വനിതാ സംവരണത്തിന് പുറകിൽ ഇതാ നിങ്ങളുടെ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത്രയും അപകടമാണ് എന്ന് രാഷ്ട്രീയ വിവേകമുള്ള സ്ത്രീകളും പറയും, അതിനെ വിമർശിക്കും. ഇപ്പോൾ തന്നെ ഡീലിമിറ്റേഷനും പിന്നെ സെൻസസും നടപ്പിലാക്കാതെ തന്നെ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി അത്ര ഗംഭീര ഇച്ഛാശക്തിയാണെങ്കിൽ ഇതൊന്നുമില്ലാതെ നിങ്ങൾ നടപ്പിലാക്കി കാണിക്കും, അതല്ലേ ഹീറോയിസം? ഈ സംവരണ ബില്ലിൽ ന്യൂനപക്ഷ സ്ത്രീകൾക്ക് ഉപസംവരണം വേണമെന്ന് ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും ചോദിക്കുന്നുണ്ട്. എന്നാൽ മതപരമായിട്ടുള്ള സംവരണം പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് ഇന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത്. നമ്മുടെ പാർലമെൻറ്റിൽ കൃത്യമായി ന്യൂനപക്ഷ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെയധികം കുറവാണ്. സ്വാഭാവികമായിട്ട് ഉപസംവരണത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ അല്ലേ? അല്ല, ഉപസംവരണം ജനാധിപത്യത്തിൽ തന്നെ ഉപസംവരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാലമല്ലേ വരുന്നത്? പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്ന ഒരു കാലത്ത് ദളിത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച വേറൊരു നിലയ്ക്ക് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ദളിത് സംവരണം മാത്രമല്ല, ജനാധിപത്യത്തിൽ തന്നെയുള്ളൂ. ന്യൂനപക്ഷ സംവരണം ജനാധിപത്യത്തിനകത്തില്ല. അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ സ്ത്രീ സംവരണത്തിലും ഇത് ഉൾക്കൊള്ളിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഉറക്കെ പറയാൻ വേണ്ടി പറ്റൂ. ഇതിലും ദളിത് സംവരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. OBC സംവരണത്തെക്കുറിച്ച്, ന്യൂനപക്ഷ സംവരണത്തെക്കുറിച്ചൊക്കെ സെൻസസ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും ഒടുക്കത്തെ സെൻസസിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പം അതിലേക്കൊന്നും വരാതെ വനിതാ സംവരണം എന്നുള്ള ഒറ്റമൂലിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വരേണ്ടത് തന്നെയാണ്. സമഗ്രമായ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭ്യമാക്കുന്ന ഒന്നായിരിക്കണം ജനാധിപത്യം. അവിടെയാണ് ഈ 50% വരുന്നൊരു പിന്നെ ലിംഗവിഭാഗത്തെ മാറ്റി നിർത്തുന്നത്. അവിടെയാണ് വളരെ പിന്നെ വലിയ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് പിന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല. ഈ പറയും വിധം ദളിത് വിഭാഗ സംവരണം, SC/ST സംവരണം ഇത്ര മതിയോ എന്നുള്ള പ്രശ്നമുണ്ട്. അത്തരത്തിലേക്കൊന്നും ആഴത്തിൽ ജനാധിപത്യത്തെ എങ്ങനെയാണ് കൂടുതൽ സമഗ്രമാക്കേണ്ടത് എന്നൊന്നും നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ഇന്ത്യ വളർത്തിക്കൊണ്ടുവരേണ്ടെന്ന് ഒന്ന് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ സെൻസസ് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് തോന്നുന്നു അല്ലേ? അതെ, സെൻസസ് ഭയക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓരോ ഇടത്തുമുള്ള സംവരണം. ഇപ്പം നമ്മൾ ജനസംഖ്യയിൽ മാത്രമല്ലല്ലോ, ഓരോ അധികാര ശ്രേണിയിലുള്ള ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്, തൊഴിൽ മേഖലയിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ഓരോന്നും അടർത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഈ പറയുന്ന പോലെ സമഗ്രമായ ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാ മേഖലയിലും മനുഷ്യരെത്തിയിട്ടുണ്ടോ, ജനങ്ങളെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം എത്രമാത്രം ഇപ്പോഴും പ്രിമിറ്റീവായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ത്യയിൽ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ആ രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ആ ചിത്രം പുറത്തു വരുന്നതിനും ഭയക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ സെൻസസ് വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2011 സെൻസസിന് ഇപ്പോൾ കയറി പിടിക്കുന്നത്. ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുകയും വേണം. അപ്പോൾ അതിന് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ട് ഈ പറയും വിധം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കണം. ഇതിന് രണ്ടിനും മറിയിടാൻ വേണ്ടിയിട്ട് സെൻസസ് വൈകിപ്പിക്കുന്നതിനും ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നതിനുള്ളൊരു മരം മാത്രമാണ് നമ്മളേറെ കാത്തിരുന്ന, സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്ന, നടപ്പിലാക്കണമെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട വനിതാ സംവരണം ഇപ്പം മാറിയിരിക്കുന്നത്.